പൊടിപാറുന്ന മത്സരം നടക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ ഇറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി റോഡ് ഷോ നടത്തി. അതിനുശേഷം പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലെത്തുന്നു. അങ്ങനെ തൃശ്ശൂർ BJP വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ മുൻകൂട്ടി തന്നെ അവിടെ ഇറക്കിയൊക്കെയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയ ഘട്ടത്തിലാണ് തൃശ്ശൂർ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. നമുക്കറിയാം, ഏപ്രിൽ 19-നാണ് തൃശ്ശൂർ പൂരം വരാനിരിക്കുന്നത്. അതെന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് പൂരമായി ഇത്തവണത്തെ തൃശ്ശൂർ പൂരം മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ. കഴിഞ്ഞ തവണ കനൽ ഒരു തരി മതി എന്നതുപോലെ CPM-ന് മുഖം രക്ഷിക്കാൻ കഴിഞ്ഞൊരു മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴ പിടിച്ചെടുക്കാൻ KC വേണുഗോപാൽ വന്നിരിക്കുന്നു. രാജ്യത്തെ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രധാന നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമോ, LDF നിലനിർത്തുമോ, അത് ആലപ്പുഴയിലും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ മധ്യ കേരളം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരാണ്. അവിടെ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മത്സരം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന മത്സരം നടക്കുന്നു. അങ്ങനെ മധ്യ കേരളത്തിലെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ്. എറണാകുളത്തേക്ക് വന്നാൽ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയൊരു ഒഴുക്കില്ലാതെ എറണാകുളം പിടിക്കുക എന്നത് LDF-ന് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. UDF അവരുടെ പക്ഷത്തേക്ക് ആദ്യം ചേർത്ത് വയ്ക്കുന്ന 20 മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് എറണാകുളം. ശക്തമായ പോരാട്ടത്തിന് ഒരു രാഷ്ട്രീയ അതോടൊപ്പം തന്നെ സ്വാധീനമൊന്നും ഇടതുപക്ഷത്തിന് സംഘടനാപരമായി ഇല്ലാത്തൊരു സ്ഥലമാണ്. സാധാരണയുള്ള പോലെ സ്വതന്ത്ര പരീക്ഷണത്തിന് ഇത്തവണയും പാർട്ടി തയ്യാറായിട്ടില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരിടത്തും അവർ സ്വതന്ത്രരെ പരീക്ഷിക്കുന്നില്ല. എല്ലാവരും ചുറ്റികരിവാൾ നക്ഷത്ര അടയാളത്തിൽ തന്നെ മത്സരിക്കുന്നു. അങ്ങനെയാണ് അവർ KJ ഷൈനിലേക്ക് എറണാകുളത്തെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് സ്വാഭാവികമായും പാലക്കാടും ആലപ്പുഴയുമാണ് കഴിഞ്ഞ തവണ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് വന്നത്. അവിടെ പാലക്കാട് VK ശ്രീകണ്ഠൻ വിജയിച്ചു, ആലപ്പുഴയിൽ AM ആരിഫ് വിജയിച്ചു. അങ്ങനെ രണ്ട് ക്ലോസ് ഫൈറ്റ് നടന്ന മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. വിജയരാഘവൻ ഒട്ടും മോശം സ്ഥാനാർത്ഥിയല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം. പാലക്കാടും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ LDF-നുണ്ട്. നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വികാരം LDF-നെതിരെ ആഞ്ഞടിച്ചു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളും UDF-ന് അനുകൂലമായി പോയി. അതാണ് എറണാകുളം, ഈ മധ്യ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ 10,000 റേഞ്ചിൽ മത്സരം അവസാനിച്ചുവെങ്കിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിലാണ് LDF-ന് ഒരല്പം പ്രയാസമുള്ളത്. ആ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ മുന്നോട്ട് പോയാൽ LDF-ന് ദോഷം ചെയ്യും. പക്ഷേ അതിനെ ഇപ്പോൾ അവർ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ചില പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഈ CAA വിഷയം LDF ഉയർത്തിപ്പിടിച്ച് തന്നെ വരുന്നത്. അത് അവർക്ക് ആ വിഷയം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വടക്കൻ കേരളത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അത് കൂടുതലായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത. നിലവിൽ തന്നെ അത് വലിയ ചർച്ചയാക്കുകയും ചെയ്യുന്നത്.